സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസത്തിനിടെ ലഭിച്ചത് സാധാരണയേക്കാൾ 3 ഇരട്ടിയിലേറെയുള്ള മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. 184.2 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ ആകെ കിട്ടിയത്. സാധാരണയായി ലഭിക്കേണ്ടത് 55.4 മില്ലിമീറ്റർ മഴയാണ്. കാസർഗോഡ് ഒഴികെ 13 ജില്ലകളിലും 60% അധിക മഴ ലഭിച്ചു. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത്. കാസർഗോഡ് ജില്ലയിലാണ് താരതമ്യേന കുറവ് മഴ ലഭിച്ചത്. സന്ദര സജു വിവരങ്ങളുമായി ചേരുകയാണ്. സന്ദര, ശതമാനക്കണക്കിലേക്കൊക്കെ നോക്കുകയാണ് എങ്കിൽ വലിയ തോതിലുള്ള പെരുപ്പം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത് നമുക്ക് കാണാനും കഴിയും. നമ്മൾ ഈ 10-12 ജില്ലകളിലും അനുഭവിക്കേണ്ടി വരുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് 184.2 മില്ലിമീറ്റർ മഴ മുഴുവനായി കേരളത്തിൽ കിട്ടിയിരിക്കുന്നു. മധു, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മഴ അത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മാസം 31-ാം തീയതി മുതലാണ് നമുക്ക് ഇത്രയും വലിയ മഴ ലഭിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽക്ക് തന്നെ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, അത് ചെറിയ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നു, വലിയ തോതിൽ മഴ പെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അടക്കം ഒരു മിന്നൽ പ്രളയ സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കേരളത്തിന്റെ മഴക്കണക്കുകൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസത്തെ 31 രാത്രി മുതൽ 1, 2, 3 ഇത്രയും ദിവസത്തെ കണക്കുകളാണ് മധു പുറത്തുവരുന്നത്. ഈ കണക്കുകൾ പുറത്തുവരുമ്പോൾ 3 ഇരട്ടിയിലധികം മഴയാണ് ഇതിനോടകം തന്നെ ഈ 3 ദിവസം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മധു പുറത്തുവരുന്ന കണക്കുകൾ. സാധാരണ ഈ 3 ദിവസം, അതായത് ഇപ്പോൾ ഓഗസ്റ്റ് 1, 2, 3 ദിവസങ്ങളിലൊക്കെ സാധാരണയായി ലഭിക്കേണ്ടത് 55.4 മില്ലിമീറ്റർ മഴയൊക്കെയാണ് സാധാരണമായി ലഭിക്കേണ്ടത്. പക്ഷെ ഇത്തവണ ലഭിച്ചത് 184.2 മില്ലിമീറ്റർ മഴയാണ് എന്നുള്ളതാണ്. അത് വലിയ ഏതാണ്ട് 3 ഇരട്ടിയിലധികം മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മധു. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ട ജില്ലയാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 6 ഇരട്ടിയിലേറെ മഴയാണ് സാധാരണയേക്കാൾ ലഭിച്ചിരിക്കുന്നത്. സാധാരണയായി പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 40 മില്ലിമീറ്റർ മഴയൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ലഭിക്കാറുള്ളത്. പക്ഷേ 253 മില്ലിമീറ്റർ അധികം മഴയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ ദുരിതം കണ്ടാൽ തന്നെ അറിയാം മധു. ഈ കണക്കുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എന്ന് വ്യക്തമാണ്. പിന്നീട് വരുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം താരതമ്യേന മഴ കുറവുള്ള ഒരു ജില്ലയാണ്. 21 മില്ലിമീറ്റർ മഴയൊക്കെയാണ് സാധാരണമായി തിരുവനന്തപുരത്ത് ലഭിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ 119 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ. ഇതേതാണ്ട് 5 ഇരട്ടിയിലധികം മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മധു, ഇനി മറ്റ് ജില്ലകളിലെ കണക്ക് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഏതാണ്ട് 4 ഇരട്ടിയിലധികം മഴ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്തും അങ്ങനെ തന്നെയാണ്, 4 ഇരട്ടിയിലേറെ മഴ ലഭിച്ചിട്ടുണ്ട്. കൊല്ലത്തും കോട്ടയത്തും 4 ഇരട്ടിയിലേറെ ലഭിച്ചിട്ടുണ്ട്. പാലക്കാടേക്ക് വരികയാണെങ്കിൽ സാധാരണയേക്കാൾ 3 ഇരട്ടി മഴയാണ് പാലക്കാട് ലഭിച്ചിട്ടുള്ളത്. എറണാകുളത്തും അതേ സ്ഥിതി തന്നെയാണ്, 3 ഇരട്ടി മഴ പാലക്കാടും ലഭിച്ചിട്ടുണ്ട്. തൃശൂരിലും ആലപ്പുഴയിലും കണ്ണൂരിലും അതേ സ്ഥിതി തന്നെയാണ്, 3 ഇരട്ടിയിലധികം മഴയാണ് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 3 ഇരട്ടിയിലധികം മഴയാണ് ഈ ജില്ലകളിലും ലഭിച്ചിരിക്കുന്നത്. ഇനി ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ 2 ഇരട്ടി അധികം മഴയാണ് ലഭിച്ചിരിക്കുന്നത്. വയനാടും സമാന സ്ഥിതിയാണ്, 2 ഇരട്ടി അധികം മഴയാണ് വയനാടും ലഭിച്ചിരിക്കുന്നത്. താരതമ്യേന നമ്മൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ കുറവ് മഴ ലഭിച്ചിട്ടുള്ളത് വയനാട് മാത്രമാണ്. കുറവ് മഴ എന്ന് പറയുമ്പോൾ മധു സാധാരണ ലഭിക്കുന്നതിലും ഏതാണ്ട് 50% മഴ അവിടെയും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് 13 ജില്ലകളിലെയും കണക്കുകൾ നോക്കുമ്പോൾ അവിടെ സാധാരണയേക്കാൾ ലഭിക്കേണ്ടതിനേക്കാൾ 60% അധികം മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് എന്തായാലും കുറവ് മഴ ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും അധികം. വടശ്ശേരിക്കരയിൽ 361 മില്ലിമീറ്റർ ആണ് മഴ ലഭിച്ചിരിക്കുന്നത്. ലാഹയിൽ 236 മില്ലിമീറ്റർ മഴയും ആണ്. വേങ്കുറിഞ്ഞിയിൽ 198.5 മില്ലിമീറ്റർ മഴയുമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെതായ ദുരിതം നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്.